ആക്ഷൻ. കുഞ്ഞുങ്ങളെ, ജീവിതം വളരെ വിലയേറിയതാണ്. അത് വിവേകപൂർവ്വം ഉപയോഗിക്കാനാണ് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഗുരുജി, സത്യം പറഞ്ഞ ഈശോയോട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല. രാവിലെ ട്യൂഷൻ, പിന്നെയും ട്യൂഷൻ, പിന്നെയും ക്ലാസ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ചിലപ്പോൾ പങ്കെടുക്കാറില്ല. അഥവാ എത്തിയാൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയാറുമില്ല. അത് സത്യമാണ് ഗുരുജി. സമയം ലഭിക്കാറില്ല. ഭയങ്കര തിരക്ക. കുഞ്ഞുങ്ങളെ, ഈശോയാണ് നമുക്ക് ആയുസ് തരുന്നത്. ഈശോയാണ് നമുക്ക് ജീവിക്കാൻ പ്രാപ്തി നൽകുന്നത്. നമ്മളത് മറക്കരുത്. ഗുരുജി പറഞ്ഞത് ശരിയാണ്. സമയം കിട്ടണ്ടേ? ഏത് സമയവും തിരക്കാണ്. ഇതിനിടെ ഈശോയെ കാണാൻ എവിടെയാണ് സമയം? നിങ്ങൾ ജീവിതം ആരംഭിച്ചവരാണ്. ജനനം മുതൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ എല്ലാവരും പിന്നിട്ട് മരണത്തിൽ അവസാനിക്കും. ഇതാണ് പ്രകൃതിയുടെ നിയമം. അതെനിക്കറിയാം ഗുരുജി. പക്ഷേ ജോളി, ഈ ജീവിതയാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് പിന്നീട് നമ്മളെ ജീവിപ്പിക്കുന്നത്. നമ്മൾ മരിച്ചാലും ജീവിക്കുന്നത്. നമ്മൾ മരിച്ചാലും ജീവിക്കുമെന്നോ? അതെ, പല മഹാന്മാരും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചവരാണ്. നമ്മൾ അവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്നും അവർ നമ്മുടെ ഓർമ്മകളിലൂടെ ജീവിക്കുന്നു. ശരിയല്ലേ? അത് ശരിയാണ്. അവരെക്കുറിച്ചുള്ള ഓർമ്മയിലും സൽപ്രവൃത്തിയിലുമാണ് അവരിന്നും നിലനിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പിന്നിടുന്ന പാതകളാണ് ഭാവിയിൽ നമ്മുടെ ചൂണ്ടുപലകളായി മാറുന്നത്. എന്താ, ശരിയല്ലേ മാത്യു? അത് വളരെ ശരിയാണ് ഗുരുജി, വളരെ ശരി. ഞാൻ പറഞ്ഞത് ഇതാണ്. നമുക്ക് ദൈവം തരുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കണം. എങ്കിലേ ജീവിതത്തിനൊരർത്ഥമുണ്ടാവൂ. ഗുരുജി, ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒരു വിശദീകരണം തന്നാൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അമൂല്യമായ ഈ ജീവിതം വളരെ വിവേകപൂർവം ഈശോയുടെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതനുസരിച്ച് നമുക്കുള്ള സമയം തക്കത്തിന് ഉപയോഗിക്കുകയും വേണം. സമയം ഉപയോഗിക്കണം. ഗുരുജി പറഞ്ഞ ശരിയാ. ഈ തിരക്കിനിടയിൽ എവിടെയാണ് യേശുവിനെ പ്രാർത്ഥിക്കാൻ സമയം? തിരക്കാണ് ഗുരുജി, തിരക്ക്. അല്ലേ ജോളി? അതെ ഗുരുജി, തിരക്കാണ്. ഒട്ടും സമയം കിട്ടുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളെ, ഞാനൊരു കഥ പറയാം സമയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. ഒരിക്കൽ ഒരിടത്ത് ഒരു മനുഷ്യൻ രോഗസൗഖ്യം പ്രാപിക്കാനായി ഈശോയെ കാണാൻ പോയി. ഈശോ മലമുകളിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് അയാൾ അവിടേക്ക് യാത്രയായി, ഈശോയെ കാണാനും രോഗസൗഖ്യം പ്രാപിക്കാനും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് രോഗസൗഖ്യം പ്രാപിക്കണം. ആ നസ്രായന്റെ അടുക്ക് ചെന്നാൽ എനിക്ക് രോഗസൗഖ്യം ലഭിക്കും. ഗ്രാമത്തിലെല്ലാം അവനെക്കുറിച്ചുള്ള സംസാരം മാത്രം. എനിക്ക് രോഗസൗഖ്യം വേണം, എനിക്കും വേണം സൗഖ്യം. അങ്ങു മലഞ്ചെരുവിൽ യേശുവും ശിഷ്യന്മാരുമുണ്ട്. ഇതാണ് അവിടേക്കുള്ള വഴിത്താര. എങ്ങനെയെങ്കിലും അവിടെ എത്തണം. യേശുവേ,
എവിടേക്കാ ഇത്ര ബുദ്ധിമുട്ടി ഈ വല്ലാത്ത ഉഷ്ണകാലത്ത്? ആ നസ്രായനെ കാണാൻ പോവുക. എനിക്ക് സൗഖ്യം പ്രാപിക്കണം. കഠിനമായ രോഗം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാ വൈദ്യന്മാര് പറയുന്നത്. മറ്റു വൈദ്യന്മാരൊന്നും കണ്ടില്ലേ? വൈദ്യന്മാർ കൈയൊഴിഞ്ഞു. മാനസികമായി തകർന്നിരുന്നപ്പോഴാണ് ഈ പ്രവാചകനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടത്. യേശു വളരെ പ്രസിദ്ധനാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുരിയും രോഗസൗഖ്യ സിദ്ധിയുമെല്ലാം ഞാനും കേട്ടിരിക്കുന്നു. ഓ, പലരും പറഞ്ഞു. അതല്ലേ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ തിരിച്ചത്. എനിക്ക് സൗഖ്യം വേണം, യേശു എനിക്ക് സൗഖ്യം തരും. എന്നാ ഞാൻ വരട്ടെ. ശരി. വല്ലാത്ത ദാഹം. ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി അവിടെ ചെന്നാൽ യേശുവിനെ കാണുമോ ആവോ. എന്തായാലും അല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. അയ്യ. യേശുവേ, ഭാഗ്യം, ഇപ്പോഴെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയല്ലോ. വയ്യാതെയായി. സ്നേഹിത, കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? എവിടേക്കാ യാത്ര ഇത്ര ബന്ധപ്പെട്ട്? സ്നേഹിത, ഞാനും വല്ലാതെ ദാഹിച്ചിരിക്കുകയാണ്. ആട്ടെ, ഞാനും ഈ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ്. ഈ വഴിത്താരയിൽ മറ്റ് യാത്രക്കാരെ കണ്ടുമുട്ടാറുമില്ല. ഞാൻ യാത്രക്കാരനല്ല. പിന്നെ ഞാൻ രോഗസൗഖ്യം നേടാൻ യേശുവിൻ്റെ അടുക്കൽ പോവുകയാണ്. ആ നസ്രത്തുകാരനല്ലേ? ആ തച്ചന്റെ മകൻ? ആ, അതെ. അങ്ങേക്കറിയുമോ യേശുവിനെ? പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അവന്റെ നാട്ടിൽ വ്യാപാരം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും യേശു എനിക്ക് സൗഖ്യം തരും. അതാണ് എൻ്റെ വിശ്വാസം. അത് വെറും തോന്നലുകൾ മാത്രമാണ്. അതെന്താ? നസ്രത്തിൽ അവനെപ്പറ്റി പുച്ഛമാണ് ആളുകൾക്ക്. അവൻ നമ്മുടെ രാജാവിനും ന്യായപ്രമാണങ്ങൾക്കും എതിരായി സംസാരിക്കുന്നവനാണ്. രാജ്യദ്രോഹിയാണെന്നാണ് ജനസംസാരം. ഓ, അതൊക്കെ വെറും പറച്ചില്ല. അവിടുന്ന് ഒരു പ്രവാചകനാണെന്നാ ജനസംസാരം. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ, അല്ലാതെ. യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു, മുടന്തന്മാർക്ക് അവിടുന്ന് സൗഖ്യം നൽകുന്നു. എന്തോ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറുതെ സമയം കളയാതെ തിരിച്ചു പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. എന്തോ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറുതെ സമയം കളയാതെ തിരിച്ചു പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. എന്ത് കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി. വല്ലാത്ത വിശപ്പ്. ഇനി എത്ര ദൂരമുണ്ട് അവിടെ എത്താൻ? ഞാൻ അവിടെ എത്തുമ്പോഴേക്കും യേശു പോകുമോ? ഇനി കച്ചവടക്കാരൻ പറഞ്ഞത് സത്യമായിരിക്കുമോ? ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും?
എനിക്ക് സൗഖ്യം കിട്ടുമോ? ഗുരുജിയുടെ ആ കഥ കേട്ടപ്പോ ആ പാവ രോഗിയോട് സങ്കടം തോന്നി. അല്ലേ മാത്യു? അതെ ജോളി, വ്യാപാരി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് അയാൾ പിന്മാറിയോ ഗുരുജി? അതാണ് കഥയുടെ കാതലായ ഭാഗം. മാത്യു, ആ വ്യാപാരിയുടെ വർത്താനം കേട്ട് അയാൾ തിരിച്ചിറങ്ങി. കഷ്ടം, ഇത്ര ദൂരം ബുദ്ധിമുട്ടി വന്നിട്ട്. എന്നിട്ട് കേക്കട്ടെ പറയൂ ഗുരുജി. അയാൾ തിരിച്ചിറങ്ങി വരുമ്പോ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് കുറച്ചുപേർ ഈശോയുടെ അടുക്കിലേക്ക് രോഗസൗഖ്യത്തിനായി കൊണ്ടുപോകുന്നത് കണ്ടു. കണ്ടിട്ട് അദ്ദേഹം അവരെ അനുഗമിച്ചു കാണും, അല്ലേ ഗുരുജി? ഇല്ല കുഞ്ഞുങ്ങളെ, ഇല്ല. പിന്നെ എന്തായി? അവരെയും അയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പലതരത്തിൽ അവരെ പിന്തിരിപ്പിച്ചില്ലെങ്കിലും അവർ ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയില്ല. മിടുക്കന്മാർ, അവർക്ക് മനസ്സിലായി ഈശോ സൗഖ്യദായകനാണെന്ന്. അല്ലേ ഗുരുജി? അതെ, അതാണ് സത്യം. അവർക്ക് ആവശ്യം പക്ഷപാതക്കാരൻ്റെ സൗഖ്യമായിരുന്നു. അവർ ഇദ്ദേഹത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ പക്ഷപാതക്കാരനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി മല കയറിപ്പോയി. എന്നിട്ട് കേക്കട്ടെ ഗുരുജി, കേക്കട്ടെ. കുഞ്ഞുങ്ങളെ, അതല്ലേ കേൾക്കേണ്ടത്. ഈശോയെ കാണാൻ മെനക്കെടാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആ മനുഷ്യൻ സമയം കളയാതെ തിരിച്ചിറങ്ങി. അത് ഇങ്ങനെയായി തീർന്നു. ഇറങ്ങി വരാൻ ഒത്തിരി സമയമെടുത്തു. ഇപ്പോൾ തന്നെ ഇവിടെ എത്താൻ ഒരു രാത്രി പിന്നിട്ടു. ഇന്നലെ കണ്ടവരെ ഇപ്പൊ കാണുന്നേയില്ല. മണ്ടന്മാർ, അവരുടെ സമയം വെറുതെയായി. ഞാൻ പറഞ്ഞതാ പോകണ്ടാന്ന്. അയ്യോ, എന്റെ കാല് തന്നെയേ. യേശുവേ. അയ്യോ, അയ്യോ, അമ്മേ, എന്റെ യേശുവേ. അയ്യോ, ഇതയാളല്ലേ? നിങ്ങളല്ലേ ആ തളർവാദ രോഗിയായ ആള്? അതെ, ഞാൻ തന്നെ. നിങ്ങൾ സൗഖ്യമായല്ലേ? അതെ, എന്നെ യേശു സൗഖ്യമാക്കി. കണ്ടില്ലേ, എന്നെ യേശു സൗഖ്യമാക്കി. ഞാൻ മറ്റുള്ളവരുടെ വാക്കേട്ട് യേശുവിനെ അവിശ്വസിച്ചല്ലോ. ഞാനൊരു മഹാപാപിയായല്ലോ. ദൈവമേ, ഞാനൊരു മഹാപാപിയായല്ലോ. യേശുവിനെ ഞാൻ അവിശ്വസിച്ചു പോയി. ഞാൻ സൗഖ്യമായില്ല. എനിക്ക് എന്റെ ദൈവമേ യേശുവേ, അങ്ങേ ഞാൻ അവിശ്വസിച്ചു. പാപിയായ ഞാൻ. കുഞ്ഞുങ്ങളെ, കണ്ടില്ലേ, സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത ഒരാളിന്റെ ദയനീയത. ഇപ്പൊ മനസ്സിലായില്ലേ സമയത്തിന്റെ മൂല്യം? മനസ്സിലായി ഗുരുജി, മനസ്സിലായി. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അനുസരിച്ച ഒരു രോഗിയുടെ ദുർഗതി. നമുക്ക് ഈശോ തരുന്ന സമയം നല്ലവണ്ണം വിനിയോഗിക്കണം. ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ ഈശോയുടെ വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. എങ്കിലേ സമൂഹത്തിനും ദൈവത്തിനും നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളൂ. അത് മറക്കരുത്. ഇപ്പോൾ മനസ്സിലായി ഗുരുജി. നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കണമെന്ന് ഈ കഥയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങളെ, ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ കഥയിലൂടെ പറയാനുള്ള സന്ദേശം. ദൈവം നമുക്ക് തരുന്ന സമയം നല്ലവണ്ണം പ്രയോജനപ്പെടുത്തണം. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ദൈവവചനം കേട്ട് ജീവിക്കുന്നവരായി മാറണം. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. നമുക്ക് വിജയം വരിക്കാനും.